സെൻറ്റ് ഫ്രാൻസിസ് അല്ലേ പള്ളിയാണ്, പുരാതനമായിട്ടുള്ള പള്ളിയാണ്. പുള്ളിയുടെ ശവകുടീരമാണ് അതിൻ്റെ ഉള്ളിലത്. ഇതുവരെ അത് ദ്രവിച്ചു പോയിട്ടില്ല എന്ന് പറഞ്ഞത്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ശവകുടീരം. വർഷങ്ങളായിട്ട് പുള്ളിനെ ഈ കല്ലറയിൽ വർഷങ്ങൾക്ക് മുമ്പ് അടക്കം ചെയ്തതാണ്. പക്ഷേ ഇതുവരെ ചീഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അഴുകിപ്പോയിട്ടില്ല. അഴുകിയിട്ടില്ല. 10 വർഷത്തിലൊരിക്കലും ഇതെടുത്ത് നമ്മളെ കാണിക്കുമെന്നാണ്, പുറത്തേത് കാണിക്കുമെന്നാണ് പറയുന്നത്. കണ്ടോ, അത്രയ്ക്കും പുരാതനമായിട്ടുള്ള പള്ളിയാണ്. തൊട്ടടുത്ത് വേറെ പള്ളിയൊക്കെ ഉണ്ട്. കണ്ടോ, അവിടെ വലിയ ഗ്രൗണ്ടാണ്. കണ്ടോ കണ്ടോ, ഭയങ്കര പുരാതനമായിട്ടുള്ള പള്ളിയാണ്. ഫോട്ടോഗ്രാഫി നോ അലോഡ്. നമ്മളതിൻ്റെ ഉള്ളിലോട്ടോ ശവകുടീരുള്ളത്. അതിൻ്റെ ഉള്ളിലാണ്, പുള്ളിനെ അടയ്ക്കാണ് ശവകുടീരം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നു. ജസ്റ്റ് ഒന്ന് കയറി വരും, കാണാം, പുറത്തേക്ക് പോകാം. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മളൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങി. സെൻറ്റ് ഫ്രാൻസിസ് മൊത്തം അഴകാതിരിക്കണമെന്നല്ല പറഞ്ഞ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗോവ ഇതിനകത്തുള്ളതാണ്. കണ്ടോ, അവിടെ ഒരു എന്നാ പറഞ്ഞൊരു കല്ലറ പോലെ, ഒരു മഞ്ചൽ പോലെ ഇതിനകത്ത് അടക്കിയുണ്ട്. ഇപ്പോഴും അത് അഴുകിയിട്ടില്ല. അതാണ് എൻ്റെ പ്രത്യേകത. 10-12 വർഷത്തിലൊരിക്കൽ അത് പുറത്തെടുത്ത് ജനങ്ങളെയൊക്കെ കാണിക്കും കേട്ടോ. ആണോ, ഒത്തിരി പുരാതനമായിട്ടുള്ള പള്ളിയാണ്. കേട്ടോ, അവിടെ ഒരു കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേട്ടോ, നമ്മളെ ചെങ്കല്ല് വെട്ടുകല്ലെന്നൊക്കെ പറയില്ല, അതുപോലെ കല്ലാണ്. നല്ല തിരക്കാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ വെച്ചാൽ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളവിടെ നിന്ന് ഓരോരുത്തരായിട്ട് പുറത്തോട്ട് ഇറക്കിവിടും. ഫോട്ടോയൊന്നും അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. ഫോട്ടോയും നമ്മളെ കൊണ്ട് അവിടെ നിന്ന് എടുക്കാൻ സമ്മതിക്കില്ല. അതിൻ്റെ ഉള്ളിൽ മൊബൈൽ കയറി ആൾക്കാർ ചെന്നാലും ഫോട്ടോ എടുക്കുന്നുണ്ട്. ആളുകളിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കാണുക, അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി വരിക എന്നാണ്. അതിനകത്ത് ഒരു പെട്ടിയുള്ള സംഭവമാണ്. അതിനകത്ത് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും പുള്ളി അതിനകത്ത് ഇങ്ങനെ ഇരിക്കണായിട്ട് കിടക്കണേ. മൊത്തം ആയിട്ട് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. എത്ര വർഷമാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ഇതുണ്ടോ, 1666 എഴുതിയേക്കണേ. സെൻറ്റ് ഫ്രാൻസിസ് കണ്ടോ, എഴുതി വെച്ചാണോ. ഇവിടെ ഫോട്ടോയും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്.